ദ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. നമ്മളിത് പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. നോ ടു ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം ക്യാൻ ഹാവ് ഓൾ ദ സെറ്റ് ഓഫ് ഫോർ ക്വാണ്ടം നമ്പേഴ്സ് ദ സെയിം. അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് ഈ പറയുന്ന ഒരു ഓർബിറ്റലിൽ രണ്ട് ഇലക്ട്രോൺസേ കൊള്ളുകയുള്ളൂ എന്ന് പറയാൻ കാരണം. ബിക്കോസ് സ്പിൻ ക്വാണ്ടം നമ്പറിന് ആകെ രണ്ട് വാല്യൂസേ ഉള്ളൂ, പ്ലസ് ഹാഫും മൈനസ് ഹാഫും. ആ പറയുന്ന ഒരു ഇലക്ട്രോണിന് പ്ലസ് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇലക്ട്രോണിന് മൈനസ് ഹാഫ് എടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ. മൂന്നാമത്തെ ഇലക്ട്രോൺ വന്നാൽ അയാൾക്ക് പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടി വരും. അയാൾ പ്ലസ് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺസ്, ആ പ്ലസ് ഹാഫ് ഉള്ള ആ ഓർബിറ്റലിലെ രണ്ട് ഇലക്ട്രോൺസിനും നാല് ക്വാണ്ടം നമ്പേഴ്സിനും ഒരേ വാല്യൂ വരും, സെയിം ആവും. ബിക്കോസ് എന്നും എല്ലും എമ്മും ഒരു ഓർബിറ്റലിന് സെയിം ആണല്ലോ. സോ ആ ഓർബിറ്റലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ സ്പിന്ന് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമുക്കിവിടെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന് ഈ ലോ ഓഫ് ആൻറ്റി സിമെട്രി ഓഫ് വേവ് ഫംഗ്ഷൻ എന്നുള്ളൊരു രീതി നമുക്ക് പഠിക്കാനുണ്ട്. See, we have already mentioned that in the case of ground state of helium atom, two electrons are in the 1s orbital, and there are a total of 4 possible combinations of the orbital and spin wave function. അല്ലെങ്കിൽ നമ്മുടെ സ്പിൻ ഓർബിറ്റൽസിന് 4 പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ട്. ഈ 4 പോസിബിൾ കോമ്പിനേഷൻസ് നമ്മൾ ടേബിളിൽ നേരത്തെ കണ്ടായിരുന്നു. ആൽഫ 1 ആൽഫ 2 ബീറ്റ 1 ബീറ്റ 2 ആൽഫ 1 ബീറ്റ 2 ആൽഫ 2 ബീറ്റ 1 അങ്ങനെ 4 കോമ്പിനേഷൻസ് നമ്മൾ കണ്ടിരുന്നു. ആ 4 കോമ്പിനേഷൻസ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ 1f1 1f2 ആൽഫ 1 ആൽഫ 2 1f1 1f2 ബീറ്റ 1 ബീറ്റ 2 അതേപോലെ 14ഉം 15ഉം നമ്മൾ സിമെട്രിക് ആൻഡ് ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാം 12ഉം 13ഉം നോക്കണ്ട എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. 1എഫിൽ ഇരിക്കുന്ന രണ്ട് പേർക്കും ഒരേ സ്പിൻ ആൽഫ സ്പിൻ വരിക, അല്ലെങ്കിൽ 1എഫിൽ ഇരിക്കുന്ന രണ്ട് പേർക്കും ബീറ്റ സ്പിൻ വരിക എന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാം. 12ഉം 13ഉം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ ആ ടേബിൾ കാണിച്ച സമയത്ത് തന്നെ നിങ്ങളോട് ഞാൻ അത് പറഞ്ഞിരുന്നു. അതിനകത്തുള്ള ആൽഫ 1 ആൽഫ 2 എന്ന് പറയുന്ന ഒരു സ്പിൻ സ്റ്റേറ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം അത് തെറ്റാണെന്ന്. അതേപോലെ 12ഉം 13ഉം കൺസിഡർ ചെയ്യേ വേണ്ട. 14ഉം 15ഉം നോക്കുക. 14ഉം 15ഉം നമുക്ക് പോസിബിളാണ്, കാരണം 14ൻ്റെയും 15ൻ്റെയും കേസിൽ ഒന്ന് സിമെട്രിക്കും ഒന്ന് ആൻറ്റി സിമെട്രിക്കും വേവ് ഫംഗ്ഷനാണ്. ഇവിടെ ഒരാൾക്ക് ആൽഫ സ്പിൻ ആണെങ്കിൽ മറ്റേ ആൾക്ക് ബീറ്റ സ്പിൻ ആണ്. ഇക്വേഷൻ 14 സിമെട്രിക് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇക്വേഷൻ 15 വരുന്ന ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ ആണ്. സോ ഈ പറയുന്ന സിമെട്രിക് ആൻഡ് ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷനിൽ ആരാണ് നമ്മുടെ ശരിക്കുള്ള വേവ് ഫംഗ്ഷൻ എന്ന് നമുക്കറിയണം. ഹീലിയത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇക്വേഷൻ 14 ആണോ ഇക്വേഷൻ 15 ആണോ എന്ന് നമുക്കറിയണം. അതിൻ്റെ റൂളാണ് താഴെ കൊടുത്തിരിക്കുന്നത്, ലോ ഓഫ് ആൻറ്റി സിമെട്രി ഓഫ് വേവ് ഫംഗ്ഷൻ ഓർ സിംപ്ലി പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. Therefore, and the statement ഇതാണ്, for a system of two or more electrons, the complete wave function including spin must be anti-symmetric with respect to the interchange of any two electron positions. So, ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക, ലോ ഓഫ് ആൻറ്റി സിമെട്രി ഓഫ് വേവ് ഫംഗ്ഷൻസ്. അതായത് നമ്മുടെ ഈ പറയുന്ന പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെയാണിത്, ലോ ഓഫ് ആൻറ്റി സിമെട്രി ഓഫ് വേവ് ഫംഗ്ഷൻസ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഫോർ എനി ടു ഓർ മോർ ഇലക്ട്രോൺസ് the complete wave function including spin must be anti-symmetric with respect to the interchange of any two electron positions. Therefore, ഈ പറയുന്ന 12ഉം 13ഉം നമ്മൾ ആദ്യമേ വെട്ടിക്കളഞ്ഞു. പിന്നെ 14ഉം 15ഉം ഉള്ളതിൽ 14 സിമെട്രിക് ആണ്, 15 ആൻറ്റി സിമെട്രിക് ആണ്. Therefore, ഏതായിരിക്കും ഹീലിയത്തിൻ്റെ ഈ പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ? ഇതായിരിക്കും. ഇതായിരിക്കും നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ വരുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, ലോ ഓഫ് ആൻറ്റി സിമെട്രി ഓഫ് വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ശരിക്കുള്ള പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ സാധാരണ നമ്മൾ പറയുന്ന നോ ടു ഇലക്ട്രോൺസ് ഇൻ ആറ്റം ക്യാൻ ഹാവ് ഓൾ ദ ഫോർ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ ഓഫ് ദ സെയിം എന്നുള്ളത്. ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മുമ്പോട്ട് പഠിക്കാനുണ്ട്. ദെൻ ഇക്വേഷൻ 15 റെപ്രസെൻറ്റ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹീലിയം ആറ്റം. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹീലിയം ആറ്റം റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ. ഓൾസോ ഇവിടെ നമുക്ക് ഇതേപോലെ 3 കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, പ്രൊഡക്റ്റ് ഓഫ് ടു സിമെട്രിക് വേവ് ഫംഗ്ഷൻസ് വിൽ ബി സിമെട്രിക്. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞു പോയതാണ്. ബിക്കോസ് സിമെട്രിക് വേവ് ഫംഗ്ഷന് പോസിറ്റീവ് എന്നും മറ്റേതിന് ആൻറ്റി സിമെട്രിക്കിന് നെഗറ്റീവ് എന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 3 കണ്ടീഷൻസ് കിട്ടും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം, കൺസ്ട്രക്ഷൻ ഓഫ് ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻസ്. ഈ ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ എടുത്ത് പറയാനുള്ളൊരു കാരണം, നമ്മളിവിടെ സിമെട്രിക് വേവ് ഫംഗ്ഷൻ നമ്മൾ ഡീൽ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് നമ്മൾ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് ആൻറ്റി സിമെട്രിക്കിനെ മതി. സോ നമുക്ക് എങ്ങനെയാണ് ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം,
ഒരു 2 ഇലക്ട്രോൺ സിസ്റ്റം 3 ഇലക്ട്രോൺ സിസ്റ്റം എടുക്കുന്നത് പോലെ അല്ല ഒരു മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം എടുക്കുന്നത്. 2 ഇലക്ട്രോൺ 3 ഇലക്ട്രോൺ സിസ്റ്റംസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇത്രയ്ക്ക് ടേംസേ വരുള്ളൂ. ആ സ്ഥാനത്ത് ഒരു മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം വന്നതിനകത്ത് ഒരുപാട് ടേംസ് വരും. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ലിഥിയം ആറ്റം വെച്ച് പ്രൊസീഡ് ചെയ്യാം. അതാകുമ്പോൾ 3 ഇലക്ട്രോണല്ലേ ഉള്ളൂ. സോ ലിഥിയം ആറ്റത്തിൻ്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം 2 ഇലക്ട്രോൺസ് 1s ഓർബിറ്റലിലും 1 ഇലക്ട്രോൺ 2s ഓർബിറ്റലും ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ഇലക്ട്രോൺസിന് 3 സ്പിൻ സ്റ്റേറ്റ് ആയിരിക്കും. തൽക്കാലത്തേക്ക് നിങ്ങൾ അസ്യൂം ചെയ്യുക 1s ഓർബിറ്റിൽ ഇരിക്കുന്ന 2 ഇലക്ട്രോൺസ് നമുക്കിവിടെ 5 1 5 2 5 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 5 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇലക്ട്രോൺ ആണ്, അതിൻ്റെ സ്പിൻ ആൽഫയാണ്. 5 2 സെക്കൻഡ് ഇലക്ട്രോൺ ആണ്, അതിൻ്റെ സ്പിൻ ബീറ്റയാണ്. 5 3 തേർഡ് ഇലക്ട്രോൺ ആണ്, അതിൻ്റെ സ്പിന്ന് ആൽഫയാണ്. അത് കൂടാതെ ഈ 5 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്പിൻ ഓർബിറ്റൽ റെപ്രസെൻറ്റിംഗ് ദ ഫസ്റ്റ് ഇലക്ട്രോൺ. 5 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 2 ബീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ സ്പിൻ ഓർബിറ്റൽ റെപ്രസെൻറ്റിംഗ് ദ സെക്കൻഡ് ഇലക്ട്രോൺ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ സ്പിൻ ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഓർബിറ്റൽ ആൻഡ് സ്പിൻ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ 5 1 ആൽഫ എന്ന് പറയുമ്പം ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ 5 എന്ന് പറയുന്ന ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ അവിടുത്തെ സ്പിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആൽഫയാണ്. സോ 5 1 ആൽഫ മീൻസ് ഇറ്റ് ഈസ് ദ സ്പിൻ ഓർബിറ്റൽ ഫോർ ദ ഫസ്റ്റ് ഇലക്ട്രോൺ. അതേപോലെ 5 2 ബീറ്റ എന്ന് പറയുന്നത് സ്പിൻ ഫംഗ്ഷനാണ്. 5 എന്ന് പറയുന്നത് അതിൻ്റെ ഓർബിറ്റൽ ഫംഗ്ഷനാണ് സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ. ദെയർഫോർ 5 2 ബീറ്റ മീൻസ് അത് സ്പിൻ ഓർബിറ്റൽ ഓഫ് ദ സെക്കൻഡ് ഇലക്ട്രോൺ ആണ്. വാട്ട് എവർ. ഇനി നമുക്ക് ഈ പറയുന്ന 5 1 ആൽഫ ക്യാൻ ബി ഓക്യുപ്പൈഡ് ബൈ എനി ഓഫ് ദ 3 ഇലക്ട്രോൺസ് ആൻഡ് ദസ് വി ഹാവ് 3 ചോയ്സ് ഫോർ ദ സിംഗിൾ സ്പിൻ ഓർബിറ്റൽ. The total number of waves in which we can arrange these 3 electrons are 3 factorial, that is equal to 6. 3 factorial means 1 into 2 into 3. അതായത് 6 എന്ന് വരും. The proper antisymmetric wave function will consist of 6 terms with positive and negative signs. അപ്പോൾ നിങ്ങൾ ഒരു ജനറൽ റൂൾ ഒന്ന് ഓർത്ത് വെക്കുക. ഈ പറയുന്ന സ്പിൻ ഓർബിറ്റിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് 3 ഫാക്ടോറിയൽ വേവ്സിലുണ്ട് നമുക്ക് ഈ പറയുന്ന ഓർബിറ്റൽസ് നമുക്ക് ഇലക്ട്രോൺസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ പറയുന്ന ഈ കേസിൽ 3 ആയതുകൊണ്ട് 3 ഇലക്ട്രോൺസ് ആയതുകൊണ്ട് 6 വേവ്സ് ഉണ്ട് ഇലക്ട്രോൺസിന് അറേഞ്ച് ചെയ്യാൻ. ദെയർഫോർ ദ പ്രോപ്പർ ആൻറ്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ വിൽ കൺസിസ്റ്റ് ഓഫ് 6 ടേംസ്. ഇനി ഇതിനകത്ത് പ്ലസ് ടേമും മൈനസ് ടേമും വരുന്നത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് അസൈൻ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. See, any two terms which differ by an odd number of interchanges will have a different sign, while those which differ by even number of interchanges will have the same sign. ഇതൊന്ന് ഓർത്ത് വെക്കണം. ഇത് എക്സാമ്പിൾസ് വെച്ച് നമുക്ക് കാണിക്കാം. അതാകുമ്പം നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു ലൈൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു 3 ഇലക്ട്രോൺ സിസ്റ്റം എടുത്തപ്പോൾ അവിടെ 6 പോസിബിലിറ്റീസ് ഉണ്ട് ഇലക്ട്രോൺസിന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി. ഈ 6 പോസിബിലിറ്റീസിന് ചില പോസിബിലിറ്റീസിന് പ്ലസ് സൈൻ ആയിരിക്കും, ചില ആൾക്കാർക്ക് മൈനസ് സൈൻ ആയിരിക്കും. ഇത് ആർക്കാണ് പോസിറ്റീവ് ആർക്കാണ് മൈനസ് എന്ന് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ ഒരു റൂൾ കൊണ്ടുവന്നിരിക്കുന്നത്. എനി 2 ടേംസ് വിച്ച് ഡിഫർ ബൈ ആൻ ഓഡ് നമ്പർ ഓഫ് ഇന്റർചേഞ്ചസ് വിൽ ഹാവ് ഡിഫറെൻറ്റ് സൈൻ, വൈൽ ദോസ് വിത്ത് ഡിഫർ ബൈ ആൻ ഈവൻ നമ്പർ ഓഫ് ഇന്റർചേഞ്ചസ് വിൽ ഹാവ് ദ സെയിം സൈൻ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. തൽക്കാലത്തേക്ക് നമ്മൾ ലിഥിയത്തിൻ്റെ എക്സാമ്പിളിങ് എടുക്കാം. 5 1 5 2 5 3 എന്ന് പറയുന്ന 3 സ്പിൻ ഓർബിറ്റൽസ് ഉണ്ട്. ഈ 5 1 5 2 5 3 നമ്മൾ എല്ലായിടത്തും എഴുതുന്ന വരെ നമുക്ക് തൽക്കാലത്തേക്ക് 5 1-നെ എ എന്നും 5 2-നെ ബി എന്നും 5 3-യെ നമുക്ക് സി എന്നും പറഞ്ഞെടുക്കാം. ഓക്കെ, ഈ സ്പിൻ ഓർബിറ്റൽസിനെ നമുക്ക് ആദ്യത്തെ സ്പിൻ ഓർബിറ്റലിനെ എ എന്നും രണ്ടാമത്തെ ആളെ ബി എന്നും മൂന്നാമത്തെ ആളെ സി എന്നും നമുക്ക് എഴുതാം. എല്ലായിടത്തും നമ്മൾ ഇങ്ങനെ എഴുതി പോവാതെ. അപ്പോൾ ഇവിടെ 5 1 ആൽഫ 1 5 2 ബീറ്റ 3 5 3 ആൽഫ 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഓർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം തുടങ്ങാം. 5 1 ആൽഫ 1 5 2 ബീറ്റ 2 5 3 ആൽഫ 3 എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്പിൻ ഓർബിറ്റലിൽ കയറിയിരിക്കുന്നത് ഫസ്റ്റ് ഇലക്ട്രോൺ ആണ്. സെക്കൻഡ് സ്പിൻ ഓർബിറ്റലിൽ കയറിയിരിക്കുന്നത് സെക്കൻഡ് ഇലക്ട്രോൺ ആണ്. തേർഡ് സ്പിൻ ഓർബിറ്റലിൽ കയറിയിരിക്കുന്നത് തേർഡ് ഇലക്ട്രോൺ ആണ്. ഇതാണ് ഒരു കണ്ടീഷൻ. അതേപോലെ തന്നെ വേറെ അടുത്ത കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് സ്പിൻ ഓർബിറ്റലിൽ കയറിയിരിക്കുന്നത് ഫസ്റ്റ് ഇലക്ട്രോൺ, സെക്കൻഡിൽ തേർഡ് ഇലക്ട്രോൺ, തേർഡിൽ സെക്കൻഡ് ഇലക്ട്രോൺ. അപ്പോൾ എല്ലായിടത്തും ഈ 5 1 ആൽഫ 5 2 ബീറ്റ എന്ന് എഴുതുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ 5 1 ആൽഫയെ എ എന്നും 5 2 ബീറ്റയെ ബി എന്നും 5 3 ആൽഫയെ നമ്മൾ സി എന്നും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. സോ നമ്മളിവിടെ ബേസ് ഒക്കെ എടുക്കുന്നത് ഇയാളെയാണ്, N1B2C3. ഈ A1B2C3 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കാം. N നോർമലൈസേഷൻ ഫാക്ടറാണ്, അത് പുറത്ത് കിടക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം നോർമലൈസേഷൻ നമ്മൾ എല്ലാ വേവ് ഫംഗ്ഷനും കൂടെ വരുന്നതാണ്. ഇവിടെ A1B2C3 എന്ന് വെച്ച് കഴിഞ്ഞാൽ A1 എന്ന് വെച്ചാൽ 5 1 ആൽഫയാണ്, എ എന്ന് വെച്ചാൽ 5 1 ആൽഫയാണ്, ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 2 ബീറ്റയാണ്, സി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 3 ആൽഫയാണ്. ഇവിടെ A1 B2
C3 എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ നമ്മുടെ ബേസിക് അറേഞ്ച്മെൻ്റ് ആക്കി എടുക്കുന്നത്. അതായത് ഫസ്റ്റ് ഇലക്ട്രോൺ 5 ആൽഫയിലിരിക്കുന്നു, സെക്കൻഡ് ഇലക്ട്രോൺ 5 ബീറ്റയിലിരിക്കുന്നു, തേർഡ് ഇലക്ട്രോൺ 5 ആൽഫയിലിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെയുള്ള സ്റ്റാൻഡേർഡ് കേസ്. ഇതിനാണ് നമ്മൾ നമ്മുടെ ബേസിക് കണ്ടീഷനായിട്ട് എടുക്കുന്നത്. ഇതിൽ നിന്ന് ഒറ്റ ഇൻ്റർചേഞ്ചേ ഉള്ളെങ്കിൽ അയാളുടെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. 2 ഇൻ്റർചേഞ്ച് ഉണ്ടെങ്കിൽ അയാളുടെ സൈൻ പോസിറ്റീവ് ആയിരിക്കും. 3 ഇൻ്റർചേഞ്ച് ആണെങ്കിൽ അയാളുടെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് ഓഡ് നമ്പർ ഓഫ് ഇൻ്റർചേഞ്ചസ് ഉണ്ടെങ്കിൽ അയാളുടെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. ഈവൻ നമ്പർ ഓഫ് ഇൻ്റർചേഞ്ചസ് ആണെങ്കിൽ അയാളുടെ സൈൻ പോസിറ്റീവ് ആയിരിക്കും. നമുക്കിവിടെ എക്സാമ്പിൾ എടുക്കാം. psi മൈനസ് ആൻറ്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു A1 B2 C3 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇലക്ട്രോൺ ഇൻ ദ 5 ആൽഫ, സെക്കൻഡ് ഇലക്ട്രോൺ ഇൻ 5 ബീറ്റ, തേർഡ് ഇലക്ട്രോൺ ഇൻ 5 ആൽഫ. സോ നമ്മുടെ സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ്, നമ്മൾ അതിനെ പോസിറ്റീവ് എന്ന് അസ്യൂം ചെയ്യുന്നു. രണ്ടാമത് നോക്കുക, A1 B3 C2. ഈ രണ്ടാമത്തെ ടേമും ആദ്യത്തെ ടേമുമായിട്ട് ഒറ്റ ഇൻ്റർചേഞ്ച് അല്ലേ ഉള്ളൂ. A1 ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, B2ഉം C3യും ഉള്ളത് ഇവിടെ B3യും C2ഉം ആയി. ആ ഒരൊറ്റ വ്യത്യാസമല്ലേ ഉള്ളൂ. സോ ദർ ഈസ് ഓൺലി 1 ഇൻ്റർചേഞ്ച്. ദെയർഫോർ ഇയാളുടെ സൈൻ നെഗറ്റീവ് ആയിരിക്കണം. അടുത്തയാൾ എടുക്കുക, A3 B1 C2. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ടേമുമായിട്ട് നോക്കുക, A1 B2 C3 ആണ്. ഇവിടെ നിങ്ങൾക്ക് 2 ചേഞ്ചസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ 2 ചേഞ്ചസ് കാണാം. അതായത് B1ഉം A3യും C2ഉം ആണ്. സോ ഈവൻ നമ്പർ ഓഫ് ചേഞ്ചസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതിന് നമുക്ക് പോസിറ്റീവ് സൈൻ കൊടുക്കാം. ദെൻ അങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ള സൈൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ആദ്യത്തെ 2 പേരുടെ കേസ് എടുത്താൽ മതി. ഫസ്റ്റ് ടേമിൻ്റെ കേസിൽ ഒറ്റ ഇൻ്റർചേഞ്ച് മാത്രമേ ഉള്ളൂ, B3യും C2ഉം ആയിട്ട് ഇവർ തമ്മിൽ ഇൻ്റർചേഞ്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ മൈനസ് സൈൻ കൊടുത്തു. രണ്ടാമതായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന ഇവിടേക്ക് നമുക്ക് വരുമ്പോഴേക്കും ആദ്യത്തെ ആളുമായിട്ട് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ 2 ചേഞ്ചസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യം പറയുകയാണ്. ശരിക്കും നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ ഈ റൂൾസാണ്. ഓഡ് നമ്പർ ഓഫ് ഇൻ്റർചേഞ്ചസ് ഉണ്ടെങ്കിൽ സൈൻ മാറും, ഈവൻ നമ്പർ ഓഫ് ഇൻ്റർചേഞ്ചസ് ആണെങ്കിൽ സൈൻ ചേഞ്ച് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ, ലിഥിയത്തിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാൻ പറ്റിയ കുറച്ച് എളുപ്പമുള്ള കാര്യമുണ്ട്. A1 B2 C3 ഇതും അടുത്ത ആളും തമ്മിൽ നോക്കുക. ഇവർ തമ്മിൽ ആകെ ഇവിടെ ഒറ്റ ഇൻ്റർചേഞ്ചേ ഉള്ളൂ, B2ഉം C3യും തമ്മിൽ. ദെയർഫോർ ഇയാളുടെ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ ഇയാളുടെ സൈൻ നെഗറ്റീവ് വന്നു. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്, ഫിക്സ്ഡ്. ഇനി ഈ കേസിലേക്ക് എടുക്കുക, A3 B1 C2. A3 B1 C2. ഇവിടെ ഇയാളുമായിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ C2 ഈ 2 പേർക്കും കോൺസ്റ്റൻ്റ് ആണ്, C2ൽ മാറ്റമൊന്നുമില്ല. പിന്നെ ഈ രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും വ്യത്യാസം എന്താ, A1ഉം B3 ആയിട്ടുള്ള ഒറ്റ ഇൻ്റർചേഞ്ചേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് ടേം, തേർഡ് ടേമിന് ഒറ്റ ഇൻ്റർചേഞ്ചേ ഉള്ളൂ. ദെയർഫോർ ഇയാളുടെ സൈൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ഇവിടെ വരേണ്ടത്. ദെയർഫോർ ഇവിടെ പ്ലസ് സൈൻ വരും, ഇയാൾ നെഗറ്റീവ് ആയതുകൊണ്ട്. ശരിക്കും നമ്മൾ ഇങ്ങനെ അല്ല എടുക്കേണ്ടത്. ശരിക്കും നമ്മൾ ആദ്യത്തെ ടേമിനെ കോൺസ്റ്റൻ്റ് ആക്കി ഫിക്സ് ചെയ്ത് അയാളിൽ നിന്ന് ഓഡ് നമ്പർ ഉണ്ടെങ്കിൽ, ഓഡ് നമ്പർ ഓഫ് ഇൻ്റർചേഞ്ചസ് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ, ഈവൻ നമ്പർ ഓഫ് ഇൻ്റർചേഞ്ചസ് ഉണ്ടെങ്കിൽ സെയിം സൈനാണ് എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ തൊട്ട് മുമ്പിലത്തെ ആൾ എളുപ്പമായതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങ് പരീക്ഷയ്ക്ക് എഴുതാൻ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓൾസോ ഈ കേസിലേക്ക് എടുക്കുക, A3 B2 C1. തൊട്ട് മുമ്പിലത്തെ കേസ് എടുക്കുക, A3 B2 C1. ഇവിടെ A3യും ഇവിടെ A3 കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ B1ഉം C2 ആയിട്ട് മാത്രമേ ഇൻ്റർചേഞ്ച് ഉള്ളൂ, B2 ആൻഡ് C1 ആണ്. ദെയർഫോർ ഇയാളുടെ സൈൻ ഒറ്റ ഇൻ്റർചേഞ്ച് അല്ലേ ഉള്ളൂ, ഇയാളുടെ പോസിറ്റീവ് ആണെങ്കിൽ ഇയാളുടെ നെഗറ്റീവ്. അതുപോലെ ബാക്കിയുള്ളവരുടെ എടുക്കാം. See, a direct consequence of such an antisymmetric wave function is that any spin orbital cannot be occupied by more than 1 electron, or any atomic orbital phi cannot be occupied by more than 2 electrons. If the same spin orbital, say A, were to contain 2 electrons 1 and 2, that would amount to saying A equal to B. But in such a scenario, wave function vanishes at psi equal to 0 and it is not possible. വേറെ ഒന്നുമല്ല, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് പറയുന്നതാണ്. അതായത് ഒരു ഓർബിറ്റിനകത്ത് 2 ഇലക്ട്രോണെ കൊള്ളുകയുള്ളൂ എന്നാണ് ഈ പറയുന്ന പാരഗ്രാഫിൻ്റെ അത്യന്താപേക്ഷികമായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അത്യന്താപേക്ഷികമല്ല, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. So this is equivalent to the Pauli's exclusion principle, which states that an electron in a spin orbital prevents any other electron from occupying it. അത് തന്നെയാണല്ലോ ഞാൻ ഈ പറഞ്ഞത്. only 2 electrons are permitted inside a spin orbital, അല്ലെങ്കിൽ inside an orbital. അതായത് ഇവിടെ പറഞ്ഞ പോലെ an electron in a spin orbital prevents any other electron from occupying it. ഒരു സ്പിൻ ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോണിനെ ഇരിക്കാൻ പറ്റുള്ളൂ. അതായത്
നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ 2 ഇലക്ട്രോൺസ് എടുക്കുക. ഇവിടെ ഇലക്ട്രോൺ 1ഉം ഇലക്ട്രോൺ 2ഉം എടുക്കുക. ഇവർ രണ്ടുപേരും ഒരേ ഓർബിറ്റിൽ ഇരിക്കുകയെന്ന് വെച്ചോ. സ്പിൻ ഓർബിറ്റിലല്ല, ഒരേ ഓർബിറ്റിൽ ഇരിക്കുകയാണ്. രണ്ടുപേരും 1s ഇരിക്കുകയെന്ന് വെച്ചോ. ഇവരുടെ n വാല്യൂ രണ്ടു പേർക്കും 1 ആണ്, 1s ഓർബിറ്റിലായതുകൊണ്ട്. എല്ലും എമ്മും 0 ആണ്. സോ ഈ 2 ഇലക്ട്രോൺസിൻ്റെയും ഓർബിറ്റൽ വാല്യൂസ് അല്ല, ഓർബിറ്റൽ ഫംഗ്ഷൻസ് എല്ലാം സെയിം ആണ്. n = 1, l = m = 0. ഇനി ഇവരുടെ സ്പിൻ ഓർബിറ്റിൽ കൺസിഡർ ചെയ്യുമ്പം അതിൻ്റെ കൂടെ നമ്മൾ സ്പിന്നും കൂടെ ആഡ് ചെയ്യും. എസ് എന്ന് പറഞ്ഞൊരു ടേം കൂടെ ആഡ് ചെയ്യും സ്പിൻ ഓർബിറ്റിൽ. സോ സ്പിൻ ഓർബിറ്റിൽ നമുക്കിവിടെ 2 എണ്ണം പോസിബിൾ ആണ്. 2 സ്പിൻ ഓർബിറ്റൽസ് നമുക്ക് പോസിബിൾ ആണ്. ഒന്ന് n = 1, l = m = 0 ആൻഡ് s = +12 എന്ന് പറഞ്ഞ സ്പിൻ ഓർബിറ്റിലുണ്ട്. അതേപോലെ n = 1, l = m = 0 ആൻഡ് s = -12 എന്ന് പറഞ്ഞ സ്പിൻ ഓർബിറ്റിലുണ്ട്. ഈ പറഞ്ഞ 2 സ്പിൻ ഓർബിറ്റൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നതാണ്, ഫസ്റ്റ് ഇലക്ട്രോൺ ഈ പറയുന്ന ഫസ്റ്റ് സ്പിൻ ഓർബിറ്റിൽ കയറിയെന്ന് വെച്ചോ. ദാറ്റ് ഈസ് n = 1, l = m = 0 ആൻഡ് s = ഹാഫിലേക്ക് കയറിയെന്ന് വെച്ചോ. സെക്കൻഡ് ഇലക്ട്രോണിനെ ജന്മം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇലക്ട്രോൺ ആ സ്പിൻ ഓർബിറ്റിലേക്ക് അടുപ്പിക്കില്ല. അതേപോലെ നേരെ തിരിച്ച് കൺസിഡർ ചെയ്യുക. സെക്കൻഡ് ഇലക്ട്രോണാണ് നേരെ ഇവിടെ കയറിയിരിക്കുന്നത് വെച്ചോ. n = 1, l = m = 0, s = ഹാഫിൽ കയറിയിരിക്കുന്നത് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇലക്ട്രോൺ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അടുത്ത സ്പിൻ ഓർബിറ്റിൽ പോകണം. n = 1, l = m = 0 ആൻഡ് f = -12 പോകണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവന്മാർ രണ്ടുപേരുടെയും ക്വാണ്ടം നമ്പേഴ്സ് എന്ത് വരും? ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് വരുമ്പം n = 1, l = 0, m = 0, s = +12 ആണെങ്കിൽ രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ കേസിൽ n = 1, l = 0, m = 0, s = -12 എന്ന് വരും. അതായത് ഫസ്റ്റ് ഇലക്ട്രോൺ s = ഹാഫിലും സെക്കൻഡ് ഇലക്ട്രോൺ s = -12 കയറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വരും. ദാറ്റ് മീൻസ് അവരുടെ ക്വാണ്ടം നമ്പേഴ്സ് എടുക്കുന്ന സമയത്ത് 4 ക്വാണ്ടം നമ്പേഴ്സും ഇവന്മാർ രണ്ടുപേർക്കും സെയിം ആയിരിക്കില്ല. 3 സെയിം ആയിരിക്കും, 4ാമത്തെ വ്യത്യാസം ഉണ്ടാവും. അതായത് സ്പിൻ ക്വാണ്ടം നമ്പർ വ്യത്യാസം ഉണ്ടാവും. അതാണ് ഈ പറയുന്ന പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. And the normalization factor n is equal to 1/√n factorial, where small n is the number of atoms. നോർമലൈസേഷൻ ഫാക്ടർ നമുക്ക് ലിഥിയത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 1/3 ഫാക്ടോറിയൽ എന്ന് വരും. 1/√3 ഫാക്ടോറിയൽ ദാറ്റ് ഈക്വൽ ടു 1/√6 എന്ന് വരും, കാരണം 3 ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട്. അത്രയേ ഉള്ളൂ. ദെൻ ലാസ്റ്റ് ടോപ്പിക്, സ്ലേറ്റർ ഡിറ്റർമിനൻസ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യം തന്നെ ഇവിടെ നമ്മൾ തുടങ്ങുന്നത്. ഈ ഡിറ്റർമിനൻസ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം എന്ന് വെച്ചാൽ, ഈ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ ഒരു ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്തുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരുപാട് ടേംസ് വരും. അതായത് ഒരു മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം, മൾട്ടി ഇലക്ട്രോൺ ആറ്റം എടുത്ത് അതിൻ്റെ ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ടേംസ് വരും. ഇത്രയും ടേംസ് ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യും. സോ ഈ അനാവശ്യ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയും എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, അതുവഴി നമുക്ക് ആ സിസ്റ്റത്തെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയും നമ്മൾ ഡിറ്റർമിനൻറ്റ് ഫോമിലാണ് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഡിറ്റർമിനൻറ്റ് ഫോം എന്ന് വെച്ചാൽ ഈ കാണുന്ന ഇക്വേഷൻ 18 കാണുന്നതാണ്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന 1/√3 ഫാക്ടോറിയൽ എന്ന് പറയാൻ കാരണം ഒരു 3 ഇലക്ട്രോൺ സിസ്റ്റം എടുത്തുകൊണ്ടാണ്. ശരിക്കും ഇവിടെ psi - is equal to 1/√n ഫാക്ടോറിയൽ എന്നാണ് നമ്മൾ പറയാറ് n ഇലക്ട്രോൺ സിസ്റ്റം വരുമ്പം. പക്ഷേ ഞാൻ എളുപ്പത്തിന് വേണ്ടി 3 ഇലക്ട്രോൺ സിസ്റ്റം മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് √1/3 ഫാക്ടോറിയൽ. ദെൻ ഡിറ്റർമിനൻറ്റ് ഫോമിൽ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ റോസും ഉണ്ട് കോളംസും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഡിറ്റർമിനൻ്റ് ഈച്ച് റോ ഈസ് ലേബിൾഡ് വിത്ത് ആൻ ആറ്റം. ഇവിടെ നോക്കിയാൽ കാണാം ഓരോ റോയും നമ്മൾ ഓരോ ആറ്റം വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈച്ച് കോളം ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സ്പിൻ ഓർബിറ്റൽ. ഈച്ച് കോളം ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സ്പിൻ ഓർബിറ്റൽ. ഓരോ റോയും ഒരു ആറ്റം റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ റോയും ഓരോ ആറ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യണം. A1, B1, C1. ഒരു റോയിൽ ഈ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് ആറ്റം മാത്രമേ ഉള്ളൂ. ആ സ്ഥാനത്ത് മൂവിങ് ഡൗൺ, അതായത് കോളം വഴി നമ്മൾ മൂവ് ചെയ്യുമ്പം ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സെയിം സ്പിൻ ഓർബിറ്റൽ A1, A2, A3 എക്സെട്ര. ഈ ഒരു ഡിറ്റർമിനൻ്റ് നമ്മൾ സ്ലേറ്റർ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. സോ സ്ലേറ്റർ ഡിറ്റർമിനൻ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ ഒരു കാര്യം, ഞാനത് 3 ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ കേസാണ് എഴുതിയേക്കുന്നത്. n ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിൽ psi - is equal to 1/√n ഫാക്ടോറിയൽ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് A1, B1, C1 എക്സെട്ര ടു n1 ഡിവൈഡ് ബൈ A2, B2, C2, A3, B3, C3 എക്സെട്ര താഴോട്ട് ഇങ്ങനെ പോകും. n ടേംസ് വരും. ഇവിടെ 3 ഇലക്ട്രോൺ സിസ്റ്റം വെച്ച് സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് ഈ പറയുന്ന സ്ലേറ്റർ ഡിറ്റർമിനൻ്റ് ഉപയോഗിക്കുന്നത് എന്നും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക.
സ്ലേറ്റർ ഡിറ്റർമിനന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ആൻറ്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. ഒരുപാട് ടേംസ് വരുന്നുണ്ട്. സോ അവരെ നമുക്ക് എളുപ്പത്തിൽ റിപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഡിറ്റർമിനന്റ് ഫോം. നമ്മൾ പറയുന്ന പേരാണ് സ്ലേറ്റർ ഡിറ്റർമിനന്റ്. ഓക്കെ.